ഞാൻ സത്യത്തിൽ വല്ലാതെ പല സന്ദർഭങ്ങളിലും വിഷമിച്ചിട്ടുണ്ട്. എന്നെപ്പറ്റി എന്താ പറയുക, ഞാനൊരു മുസ്ലിം വർഗീയവാദിയാണ്, മുസ്ലിം മതമൗലികവാദിയാണ്, മുസ്ലിം മതരാഷ്ട്രവാദിയാണ് എന്നൊക്കെ പറയും. സത്യത്തിൽ എനിക്കെതിരെ കേരളത്തിൽ ആകെ 3 കേസുകളാണുള്ളത്. ഒന്ന്, നിയമസഭയിലുണ്ടായ അനിഷ്ട സംഭവവുമായി ബന്ധപ്പെട്ട ഒരു കേസ്. പിന്നെ 2 കേസ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി മീഡിയ വൺ കൊടുത്തിട്ടുള്ള കേസാണ്. അവർ തീവ്രവാദ ബന്ധമുള്ള ഒരു ചാനലാണ് എന്ന് ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് അവരൊരു സിവിൽ കേസ് കൊടുത്തു, അവർ ക്രിമിനൽ കേസും കൊടുത്തു. ആ 2 കേസുകളാണ് എനിക്കെതിരെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഞാനൊരു മതരാഷ്ട്രവാദിയാണ് എന്ന് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ, വിനു വി ജോണിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്നൊരു വിഷമം. കാരണം ഞാൻ അങ്ങനെ അല്ല. ആണെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാവില്ല. ആ വിഷമം അൻവറിന് ഉണ്ടാവില്ല. നോക്കൂ, അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം CPM ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ ഇറക്കി. പാലോളി മുഹമ്മദ് കുട്ടിയെ പോലെ വന്ധ്യവയോധികനായ നേതാവ് വന്നിരുന്നു പറയുന്നത് മുസ്ലിം മതമൗലികവാദികളാണ് അൻവറിന് പിന്നിൽ എന്നാണ്. അൻവറിന് പിന്നിൽ എന്നല്ല പറയുന്നത്. അൻവറിനെ അത്തരം ഒരു നിലപാടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മീഡിയ വണ്ണും ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അങ്ങനെയല്ല, മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ എൻ്റെ അടുത്തും വരാറുണ്ട്, എങ്ങനെയെങ്കിലും എന്നെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടി പറ്റുമോ എന്ന് നോക്കാൻ. മതമൗലികവാദികളുടെ കുഴിയിൽ വീണിരിക്കുകയാണോ? ഒരിക്കലുമല്ല. ഞാൻ അൻവർ മതമൗലികവാദികളുടെ കുഴിയിൽ വീണു എന്ന് പറയുന്നില്ല. അൻവർ മതമൗലികവാദിയാണ് എന്നും പറയുന്നില്ല. അദ്ദേഹം ഒരു മതേതരവാദി തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ ആ കുഴിയിൽ വീഴ്ത്താൻ വേണ്ടി വലിയ ശ്രമങ്ങളാണ് കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല ആളുകളുടെയും കമൻറ്റിൽ പോയി നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. തെറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു ലൈനിലേക്ക് പോകാത്ത അൻവറിനെ ആ ഒരു ലൈനിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. അല്ല